എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണോ നിങ്ങൾ? നിങ്ങൾ മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇതേ ഒരു കണ്ടീഷനിൽ പോകുന്നവരാണ്. പലപ്പോഴും സമാധാനമായി ജീവിക്കണമെങ്കിൽ ചുറ്റുപാടുമുള്ള എല്ലാവരും സ്നേഹിക്കണമെന്നോ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന പോലെ കാണിക്കണമെന്നോ പ്ലീസ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഒന്ന് മനസ്സിലാക്കൂ, ഒരു നോ പറയുന്നത് ഒരിക്കലും നിങ്ങൾ സെൽഫിഷ് ആയതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ലിമിറ്റ്സിനെ കുറിച്ച് നല്ല ധാരണയുള്ളപ്പോൾ മാത്രമാണ് നോ പറയാൻ സാധിക്കുന്നത്. പല ആളുകളും കണ്ടിട്ടില്ലേ, ഒന്ന് കടം ചോദിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ പറയും, അയ്യോ എൻ്റെ കയ്യിൽ ഇപ്പോഴില്ല, പിന്നെ സാലറി കിട്ടിയിട്ട് തരാം. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് എക്സ്പ്ലനേഷനോട് കൂടിയാണ് നോ പറയാറുള്ളത്. ഒന്ന് ആലോചിച്ചാൽ മതി, നിങ്ങൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തൊരു നോ പറയുകയാണെങ്കിൽ പലപ്പോഴും നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ആ ഒരു കാര്യത്തെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പോലെയാണ്. കാരണം അവർ പറയും, ഓക്കെ കുഴപ്പമില്ല, ഞാൻ എന്നാൽ നിനക്ക് സാലറി കിട്ടുമ്പോൾ എനിക്ക് ആ പൈസ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അതേ കാര്യം നിങ്ങൾ എന്ത് നോ പറഞ്ഞു അത് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് നിങ്ങളൊരു നോ പറയുന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല, എനിക്കിതിപ്പോൾ ചെയ്യാൻ പറ്റില്ല, അത്ര പറയേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരാൾ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോയെയും അവർ റെസ്പെക്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതല്ലാതെ എല്ലായ്പ്പോഴും നിങ്ങളിൽ നിന്ന് യെസ് മാത്രം എക്സ്പെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളോടുള്ള ശരിയായ സ്നേഹം കൊണ്ടായിരിക്കും. നോ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ബൗണ്ടറീസിനെ സെറ്റ് ചെയ്യുന്നതാണ്. അതിനൊരിക്കലും നിങ്ങൾ ഗിൽട്ട് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് മുതൽ നിങ്ങൾ ചെറിയ ചെറിയ നോകൾ പറഞ്ഞു നോക്കുക, ആ ഒരു ഫീൽ ഫ്രീ എന്നുള്ളൊരു എക്സ്പീരിയൻസിന് മനസ്സിലാക്കും.